ഹായ്, ഇന്ന് നമ്മുടെ സർവീസ് എക്സ്പീരിയൻസിലെ മറ്റൊരു വീഡിയോ ആണ്. ലാപ്ടോപ്പ് അല്ല, എന്നൊരു LED TV ആണ്. ഇതിൽ നിന്ന് സർവീസായിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനൊന്നുമില്ല ഈ വീഡിയോയിൽ. ഓക്കെ, പിന്നീട് വരുന്ന വീഡിയോയിൽ ഉണ്ടായേക്കാം. പക്ഷേ ഇതൊരു LED TV ആണ്. LED TV ഒന്നും എനിക്ക് ചെയ്യാൻ സാധിക്കില്ല, കോസ്റ്റ്ലി ആണ്, വലിയ TV ആണ്, ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ള ധാരണയൊക്കെ മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്, പ്രാക്ടിക്കലായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നിങ്ങൾ കണ്ട് മനസ്സിലാക്കാം. ഞാൻ മുമ്പ് നമ്മൾ സർവീസ് എക്സ്പീരിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, പ്രാക്ടിക്കലായിട്ട് വരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പല കാര്യങ്ങളും ഇത്രയേ ഉള്ളൂ, പേടിക്കേണ്ടതില്ല, ഇതൊക്കെ എന്നെക്കൊണ്ടും സാധിക്കും. അപ്പോൾ LED നോർമൽ വരുന്ന LED TV ഒക്കെ എങ്ങനെ തന്നെയാണ്, പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് സാധിക്കുന്നതാണ്. ഈ വീഡിയോ കൊണ്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് അത്ര തന്നെയാണ്. കാരണം ഇതിലും കാര്യമായിട്ട് ഞാനിങ്ങനെ ഇലക്ട്രോണിക്സ് റിപ്പയറിങ്ങിനെ കാര്യം ഒന്നും പറയുന്നില്ല. പക്ഷേ നോർമൽ വരുന്ന ഏതൊരു LED ഒരു 100%-ൽ 50% കൂടുതലും വരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് LED TVകൾക്കൊക്കെ ഞാൻ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ. ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ, അത്രയും സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ. ഏതായാലും നിങ്ങളത് കണ്ടു നോക്കുക വീഡിയോ. ഓക്കെ, കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനില്ല ഈ വീഡിയോ പറ്റി. പക്ഷേ ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യം, ഇലക്ട്രോണിക്സ് അറിയാവുന്ന ഏതൊരാൾക്കും, ലാപ്ടോപ്പ് അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രോണിക്സ് ഡിവൈസ് ചെയ്യുന്ന ഏതൊരാൾക്കും സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് LED TV ഒക്കെ. കൂടുതലായിട്ടൊന്നും അതിലും പറയാനൊന്നുമില്ല. നമ്മുടെ ഒരു പവർ സപ്ലൈ, അത് കഴിഞ്ഞൊരു VGA ബോർഡ്, പിന്നെ കാര്യമായിട്ടൊന്നുമില്ല, പിന്നെ ഒരു ഇൻവെർട്ടർ ബോർഡ്, ഇത്രയേ ഉള്ളൂ. അതല്ലാതെ എക്സ്ട്രാ കാര്യങ്ങളൊന്നും ഇതിലും ഇല്ല. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇത് ഫിലിപ്സിൻ്റെ 42 ഇഞ്ച് LCD TV ആണ്. ഇത് ഡെഡാണ്, ഓൺ ആവുന്നില്ല. മുന്നൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്താ കംപ്ലൈൻറ്റ് നോക്കി ജസ്റ്റ് ഒന്ന്. ഇതാണ് ഇതിൻ്റെ മെയിൻ DSP ഓഡിയോ കൺട്രോൾ ബോർഡ്. ഇത് ഇഥർനെറ്റ് ബോർഡാണ്. ഇതാണ് മെയിൻ പവർ ബോർഡ്. ഈ പവർ ബോർഡിലെ ഈ ഒരു 5 കപ്പാസിറ്റർ നിങ്ങൾ കാണാം. ഈ 5 കപ്പാസിറ്റർ ഡാമേജ് ആയിട്ടുണ്ട്. ഇതുകൊണ്ടാണ് സിസ്റ്റം ഓണാകാത്തത്, TV ഓണാകാത്തത്. ഇത് തന്നെയാണ് ഇതേപോലെ TVകൾക്കൊക്കെ മെയിൻ വരുന്ന പ്രോബ്ലംസും. ഈ 3 കപ്പാസിറ്റർ ഉണ്ടല്ലോ, ഇത് ശരിക്ക് ബാക്ക് ലൈറ്റിൻ്റെ ബോർഡാണ്. ഈ ബാക്ക് ലൈറ്റിൻ്റെ ബോർഡിൽ ഈ 3 കപ്പാസിറ്ററും സാധാരണ ഡാമേജ് ആകാറുണ്ട്. അപ്പോൾ ഞാൻ അത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. നമുക്ക് ഓരോന്നൊക്കെ മാറ്റി നോക്കാം. ഏറ്റവും ആദ്യം ഈ 1035 എന്നുള്ള ഇത് രണ്ടെണ്ണം മാറ്റി നോക്കാം. അപ്പോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫ്ലെക്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല, ജസ്റ്റ് സോൾഡർ ചെയ്യും ഈ 2 കപ്പാസിറ്റി ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. നന്നായി ഹീറ്റ് ആയതിനു ശേഷം പമ്പ് ഉപയോഗിച്ചിട്ട്
ഇപ്പോൾ നമ്മൾ ഫ്ലെക്സ് ഉപയോഗിക്കുന്നില്ല, ഓൺലി സോൾഡർ മാത്രം ഉപയോഗിക്കുന്നത്. ഫ്ലെക്സ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇവിടെ നിന്നും. ബാലൻസ് വരുന്ന ഈ ലെഗ് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ 1035 രണ്ടെണ്ണം ഫിനിഷ് ചെയ്തു. ഇനി 1025 രണ്ടെണ്ണം ഉണ്ട്, ഈ രണ്ടെണ്ണം. സെയിം അതേപോലെ തന്നെ ഒന്നും കൂടി ഒന്ന് ഷോൾഡർ എടുത്ത് പിടിപ്പിക്കാം. അപ്പോൾ ഒന്ന് പെട്ടെന്ന് റിമൂവ് ആയി കിട്ടും. $1025 ആണ്. കൂടുതലായിട്ട് ഷോൾഡറും ഫ്ലെക്സൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ നല്ല വൃത്തി ചെയ്യാൻ പറ്റും. ഫ്ലെക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ശരിക്കും അറിയാം. ഇത് വർക്ക് ചെയ്യുന്നവർക്ക് ശരിക്കും അറിയാൻ പറ്റും. ഓൾറെഡി 4 നമ്മൾ റിപ്ലേസ് ചെയ്തു. ഇനി ഇവിടെ ഒന്നുകൂടെ ഉണ്ട് 680/35, ഒരു 680. ഇത് ഇൻവെർട്ടർ ബോർഡിലേക്ക് പോകുന്ന സെയിം പവറാണ്. ഒന്ന് റിപ്ലേസ് ചെയ്യാം. പൊളാരിറ്റി മാറിപ്പോയത്, അത് മാത്രമാണ് ആകെയുള്ള അറിയേണ്ട ഒരു കാര്യം. ഒന്നുകൂടെ ചെക്ക് ചെയ്യുക പൊളാരിറ്റി കറക്റ്റ് അല്ലേ എന്നുള്ളത്. 5 റീപ്ലേസ് ചെയ്യുന്നുണ്ട്, 5 പൊളാരിറ്റി കറക്റ്റാണ്. ഇനി ഇൻവെർട്ടർ ബോർഡ് ഉണ്ട്, ഒന്ന് റീപ്ലേസ് ചെയ്യണം.
ഈ 3 കപ്പാസിറ്റി ഡാമേജ് ആയിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ടായിട്ടുള്ളൂ. എന്തായാലും ഓപ്പൺ ചെയ്തല്ലേ, നമുക്കത് കൂടെ റീപ്ലേസ് ചെയ്യാം. നമുക്ക് ഗമ്മിട്ടിട്ടുണ്ട് ചെറുതായിട്ട്. ഇത് SMD ബോർഡാണ്, ജസ്റ്റ് റീപ്ലേസ് ചെയ്താൽ മതി. കപ്പാസിറ്റി ലീക്കേജ് ആയിട്ടാണ് ഈ ഒരു ഇത് വരുന്നത്, ഇല്ലാണ്ടെങ്കിൽ ഇത്ര ഒരു സ്മോക്ക് വരില്ല. സിക്സ് 80യുടെ 3 പീസ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ലെഗ് ഒന്ന് ആദ്യം കട്ട് ചെയ്യാം. ഒന്ന്, രണ്ട്, മൂന്ന്. ഇപ്പോൾ 3 ചെയ്തിട്ടുണ്ട്. ടൈമില്ല, പെട്ടെന്ന് പരിപാടി കഴിക്കണം. ഫോർവേഡ് തിരിച്ചു വെക്കാം. എങ്ങനെയാണ് ഫോർവേഡ്? അകത്തൊന്നും ഇട്ട് പോകാൻ മറക്കരുത് കേട്ടോ, അതേപോലെ ഇട്ട് പോയാൽ ബോർഡ് ഷോർട്ടാവും. നമ്മളെല്ലാ കപ്പാസിറ്ററും മാറ്റിയിട്ടുണ്ട്. 1, 2, 5 കപ്പാസിറ്റി റിപ്ലേസ് ചെയ്തു. അതുകൂടാതെ ഈ ഒരു ബോർഡിൽ 3 കപ്പാസിറ്റി റിപ്ലേസ് ചെയ്തു. എല്ലാ സ്ക്രൂ ഇട്ടിട്ടുണ്ട്, ഒക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മൾ കൂടുതൽ ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരാറില്ല സാധാരണ രീതിയിൽ. ഓക്കെ ആകാനാണ് ചാൻസ്. ഒന്നും കൂടെ ചെക്ക് ചെയ്യുക, അകത്ത് എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടോ എന്നൊക്കെ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, ചെക്ക് ചെയ്യുന്നില്ല, ക്ലോസ് ചെയ്യാണ്. ഇത് ക്ലോസ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക നന്നായിട്ട്. ഇപ്പോൾ ഉണ്ടോ, ഇത് ഞാൻ ക്ലോസ് ചെയ്ത് വന്നപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇതിനകത്തുണ്ടോ ഒരു കേബിൾ അറിയാതെ പെട്ടുപോയി. ഓക്കെ, ആ കേബിൾ നമ്മൾ അകത്തിട്ടത് കറക്റ്റ് ചെയ്തില്ല, അതുകൊണ്ടാണ്. ബാക്കി എല്ലാ ബോർഡും ഓക്കെയാണ്. പക്ഷേ ഈ ഒരൊറ്റ ഒന്ന്, കാരണം ഇത് ഇതിൻ്റെ മെയിൻ പവറാണ്. ഒരു പക്ഷേ നമ്മളിത് പിന്നീട് സ്ക്രൂ ഇട്ട് കഴിഞ്ഞാൽ ഷോർട്ടായി പോകും, ഡെഡായി പോകും. അപ്പോൾ എന്തായാലും ഒന്നുകൂടി ഒക്കെ ചെയ്യണം. അപ്പോൾ ക്ലോസ് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ അകത്ത് കേബിൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുക. ഒരു കാരണവശാലും ഇതേപോലെ ചെയ്തു പോയത് അറിയാതെ സ്ക്രൂ ഇട്ട് കഴിഞ്ഞാൽ ബോർഡ് ഷോർട്ടും, കാരണം അത് പവറാണ്. അപ്പോൾ വീണ്ടും കംപ്ലീറ്റ് ഓപ്പൺ ചെയ്യണം. ഒന്നും കൂടെ ഓപ്പൺ ചെയ്യാം. കണ്ടില്ലേ, ഇതാണ് ആ ഒരു കേബിള്. ഓക്കെ, ഇത് നമ്മളിട്ടത് ഇതാണ്. ഇവിടെയാണ് സ്ക്രൂ വരുന്നത്, ഇവിടെയാണ് സ്ക്രൂ വരുന്നത്. കേബിൾ കറക്റ്റ് ചെയ്തില്ല, അതുകൊണ്ടാണ് വീണ്ടും ഓപ്പൺ ചെയ്യേണ്ടി വന്നത്.
അപ്പോൾ ഇതേപോലെ പ്രത്യേകിച്ച് പുറത്തെ സൈറ്റിലൊക്കെ പോയി വർക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ നന്നായിട്ട് കെയർ ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ കൂടുതൽ പണിയാവും. അപ്പോൾ കേബിൾ റെഡി ആക്കിയിട്ടുണ്ട്, നമുക്ക് വീണ്ടും ക്ലോസ് ചെയ്യാം. അപ്പോൾ ഫിനിഷ് ആയിട്ടുണ്ട്. എല്ലാ സ്ക്രൂ ഒക്കെ ഇട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം എന്തായാലും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് പവർ കൊടുത്ത് നോക്കാം. ലൈറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, യെസ്, ഫിലിപ്സ്. ഓക്കെ, അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ടി വി എന്നൊക്കെ പറയുന്നത്. സാധാരണയായിട്ട് വരുന്ന നോർമൽ കംപ്ലൈൻറ്റ് പറയുന്നത് ഈ കപ്പാസിറ്റി ഡാമേജ് ആയി പോകുന്നുള്ളത് തന്നെയാണ്. ഓക്കെ, പവർ ഓക്കെയാണ്. ഒന്നും കൂടെ ഓഫ് ചെയ്യാം. പവർ ഓഫ് ചെയ്തിട്ടുണ്ട്, വീണ്ടും ഓൺ ചെയ്യാം. ഓക്കെ, നോ വീഡിയോ സിഗ്നൽ വിജയ ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ടി വി എന്നൊക്കെ പറയുന്നത്. ഒരുപാട് ആലോചിക്കൊന്നും വേണ്ട. ഇപ്പോൾ ഇത് ഫിലിപ്സിൻ്റെ ഈ ഒരു മോഡലാണ്. ഇവിടെ തന്നെ വേറെ ടി വി ഉണ്ട്. അപ്പോൾ നമുക്കത് ഓരോന്നോരോന്നിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, പറ്റാവുന്നതൊക്കെ ഞാൻ വീഡിയോ ചെയ്യാം. എല്ലാം വീഡിയോ ചെയ്യാൻ പറ്റില്ല, കാരണം ഇപ്പോൾ തന്നെ തിരക്കായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ സൈറ്റിലൊക്കെ പോയി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഇതിന് വേണ്ടി ഉപയോഗിച്ചുള്ള ആകെ ടൂൾസ് ഈ 2 സ്ക്രൂ ഡ്രൈവറാണ്. സോൾഡറിങ് ഉണ്ട്, സോൾഡറിങ്ങിൻ്റെ സ്റ്റാൻഡാണ്, പിന്നെ സോൾഡർ, പിന്നെ ഒരു കട്ടർ. ഇത്രയേ ഉള്ളൂ കാര്യമായിട്ട് ഇതിന് വേണ്ടി ഉപയോഗിച്ച് ടൂൾസ് കിട്ടും. പുറത്തൊക്കെ പോകണമെങ്കിൽ പിന്നെ എല്ലാ കപ്പാസിറ്റും അവൈലബിളാണ്. 1035, 1025 അങ്ങനെയുള്ള ഇത് എല്ലാ കപ്പാസിറ്റും 470, 25 ഇങ്ങനെയുള്ള എല്ലാ കപ്പാസിറ്റും 1010 വോൾട്ട് ഒക്കെ സ്റ്റോക്ക് ഉണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നടക്കും. അപ്പോൾ ഏതായാലും ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ സർവീസ് എക്സ്പീരിയൻസ് എന്നുള്ള ഒരു പാർട്ടിലുള്ള വീഡിയോ ആണ്. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, അടുത്ത ടി വി തന്നെ കാണാം. അടുത്ത ടി വി തന്നെ അടുത്ത് റെഡി ആയിട്ടുണ്ട്. ഒരു LGയുടെ ടി വി ഏകദേശം മാറ്റി വെച്ചിട്ടുണ്ട്, അത് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാം.